ഈ റോഡ് ഒരു 200 മീറ്റർ അങ്ങോട്ടേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ പാവനാശം ബീച്ചാണ്, അതായത് വർക്കല പാവനാശം ബീച്ചാണ്. നമുക്കിതാ ഇവിടെ ആയിട്ട് ഈ കാണുന്ന ഒരു ഷോപ്പ് എങ്ങനെയാ വെച്ചാൽ ഇത് സെറ്റപ്പ് ചെയ്ത് ഇതുവരെ റൺ ചെയ്ത് തുടങ്ങിയിട്ടില്ല. അതിൻ്റെ എല്ലാ കാര്യങ്ങളും വർക്കുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജിൽ ഈ പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കുണ്ട്. പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടയല്ല വിൽപ്പനയ്ക്കുള്ളത്. ഇതിനകത്ത് ചെയ്തിട്ടുള്ള വർക്കിന് അവരുടേതായിട്ടുള്ള ആ ഒരു പേയ്മെന്റ് നിങ്ങൾ സെറ്റിൽ ചെയ്യണം. അത് പോയിട്ട് നിങ്ങൾക്ക് ഈ കട വാടകയ്ക്ക് എടുത്ത് നടത്തിയെടുക്കാവുന്നതാണ്. ഒരു മെക്സിക്കൻ റെസ്റ്റോറൻ്റ് ആണ് ഇവർ വിഭാവനം ചെയ്തിരുന്നത്. അതിനകത്തുള്ള സാധനങ്ങളെല്ലാം ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുമ്പോൾ വർക്കല പാവനാശം ബീച്ചിലേക്ക് വരുന്ന വഴി ബീച്ച് എത്തുന്നതിന് ഒരു 200 മീറ്റർ മുന്നേ തന്നെ അക്ഷയ് ബീച്ച് റിസോർട്ട് എന്ന് പറയുന്നത് ഇവിടെ ഇത് കാണാം. അതിന്റെ ഈ കാണുന്ന ഒരു ഫ്ലോർ നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറും പിന്നെ ആ റൂഫ് ടോപ്പ് അവിടെ രണ്ടിടത്തുമായിട്ടാണ് നമ്മുടെ റെസ്റ്റോറന്റ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിനകത്ത് ഇതിന് വേണ്ടിയിട്ടുള്ള ഫർണിച്ചർ എല്ലാവിധ സാധനങ്ങളും, അതായത് ഇനിയിപ്പോൾ ആ റൂഫ് ടോപ്പിൽ ചെയ്യേണ്ട വർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ കിച്ചണിനകത്ത് വേണ്ട സാധനങ്ങൾ, എല്ലാ സാധനങ്ങളും അവർ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അവർ ചെയ്തിരിക്കുന്ന ആ ഒരു പ്ലാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തന്നെ എക്സിക്യൂട്ട് ചെയ്യാം. ഇത് നോക്കിയാൽ ഇതിപ്പോ ഒരു ഫ്രീസറിൽ നമുക്ക് ഇതുപോലെ ഡിഫറെന്റ് ആയിട്ടുള്ള സാധനങ്ങൾ ഇങ്ങനെ വെച്ചിട്ട് ഇപ്പൊ ഒരു ഹെൽത്തി ആയിട്ടുള്ള മീൽസ് അതാണ് അവർ പ്ലാൻ ചെയ്തിരുന്നത് കേട്ടോ. അപ്പൊ കസ്റ്റമറിന് തന്നെ കസ്റ്റമൈസ് ചെയ്ത് അവരുടെ ഇഷ്ടാനുസരണം ഇതിലൊന്നും ഓരോ ഫ്രോസൺ ആയിട്ടുള്ള ഐറ്റംസ് നമുക്ക് ഓരോ സ്മൂത്തീസിലേക്ക് ആഡ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇപ്പൊ വീറ്റ മിക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു മിക്സി മാത്രം ഏകദേശം 1 ലക്ഷം രൂപയ്ക്ക് പുറത്തുള്ള ഒരു സാധനമാണ് ഇവിടെ വാങ്ങി വെച്ചിട്ടുള്ളത് കേട്ടോ. എങ്ങനെ വെച്ചാൽ ഫൈബർ കണ്ടന്റ് എല്ലാം അങ്ങനെ തന്നെ നിൽക്കുന്ന രീതിയിൽ ആ സാധനം യൂട്ടിലൈസ് ചെയ്യാം. പിന്നെ ഈ ഫർണിച്ചർ എല്ലാം കസ്റ്റമൈഡ് ആണ്. ഇവിടുത്തെ ഡിസൈൻ അനുസരിച്ചിട്ട് ആ രീതിയിൽ കസ്റ്റമൈഡ് ആയിട്ടുള്ള ഫർണിച്ചർ അതെല്ലാം ചെയ്തിട്ടുണ്ട്. മേളിലത്തെ സ്പേസ് കൂടെ ഞാൻ കാണിച്ചിട്ട് വില പറഞ്ഞുതരാം. ഇത് നമ്മുടെ ഇങ്ങനെ ഒരു റൂഫ് ടോപ്പ് ഇങ്ങനെ ഓടൊക്കെ ആയിട്ട് നീറ്റ് ആക്കിയിട്ടുണ്ട്. ഇവിടത്തേക്ക് വേണ്ടിയിട്ടുള്ള ഗ്രാനൈറ്റ്, ടൈല്, സിങ്ക് സാധനങ്ങളെല്ലാം ഇവിടെ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇനി അതിനെടുത്ത് നിങ്ങൾ ഇതിന്റെ വർക്ക് അങ്ങ് ഫിനിഷ് ചെയ്ത് നമുക്ക് ഇതിനെ റണ്ണിങ് കണ്ടീഷനിലാക്കി എടുക്കാവുന്നതാണ്. ഇപ്പൊ ഇവർ പ്ലാൻ ചെയ്തിരിക്കുന്ന ആ ഒരു മെനു ഒക്കെ നിങ്ങൾക്ക് തന്നെ ഫോളോ അപ്പ് ചെയ്ത് വേണമെങ്കിൽ അതേ രീതിയിൽ ഒരു മെക്സിക്കൻ റെസ്റ്റോറൻറ്റ് തന്നെ നിങ്ങൾക്ക് ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കാവുന്നതാണ്. നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക്, അതായത് ഇത് വാടകയ്ക്കുള്ള പ്രോപ്പർട്ടിയാണ്. ഇത് ഇവിടെ എല്ലായിടത്തും ഇപ്പൊ ഈ ഒരു ബീച്ച് ഏരിയയിൽ നമുക്ക് 1 വർഷത്തെ റെന്റ് അഡ്വാൻസ് ആയിട്ടാണ് പേയ്മെന്റ് ചെയ്യേണ്ടത്. ഇപ്പൊ അവര് കഴിഞ്ഞ നവംബറിൽ ഈ പ്രോപ്പർട്ടി എടുത്തതാണ്. സെപ്റ്റംബർ വരേക്കുള്ള റെന്റ് ഓൾറെഡി പെയ്ഡ് ആണ്. അതിനുശേഷം നിങ്ങൾക്ക് അടുത്ത വർഷത്തെ റെന്റ് പേയേണ്ടി വരും. 4 ലക്ഷം രൂപയാണ് റെന്റ് വരുന്നത്. പിന്നെ ഇതിനകത്ത് പുള്ളി ചെയ്ത ഈ കാണുന്ന വർക്കുകളും അതിന് വേണ്ടിയിട്ടുള്ള എക്യുപ്മെന്റ്സ് എല്ലാം വാങ്ങിയതും അതിനെല്ലാം കൂടെ ആയിട്ട് ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് വന്നിട്ട് 12 ലക്ഷം രൂപയാണ്. 12 lakhs പ്ലസ് നമുക്ക് 1 വർഷത്തെ റെന്റ് വരുന്നത് 4 ലക്ഷം രൂപയാണ്. അത് നിങ്ങൾ റെന്റ് ഓണറിന്, അതായത് ഈ പ്രോപ്പർട്ടിയുടെ ഓണറായിട്ട് അവർ കണക്ട് ചെയ്ത് തരും. നിങ്ങൾക്ക് അങ്ങനെ ചെയ്തെടുക്കാം. ഈ റെസ്റ്റോറന്റിന് ഇതിനു വേണ്ടി ചെയ്ത എസ്റ്റാബ്ലിഷ്മെന്റിന് 12 ലക്ഷം രൂപയാണ് ആസ്കിംഗ് പ്രൈസ്. ആ കാര്യം നേരിട്ട് ഉടമയായിട്ട് സംസാരിച്ച് പറഞ്ഞതിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ ഉണ്ടാവും. നേരിട്ട് സംസാരിച്ച് ഡീലാക്കാവുന്നതാണ്.